എന്റെ മനസ്സിൽ ദീപകേട്ടൻ പറഞ്ഞതാണ്, ഞാൻ ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാതെ വരും ആദ്യം കേട്ട്, പക്ഷെ കണ്ടു വരുമ്പോ ഞാൻ ഉൾക്കൊണ്ടു. ആദ്യം കേട്ട് അതെങ്ങനെ നമുക്ക് നമ്മുടെ ഇത് വേണ്ട അങ്ങനെ ചിന്തിക്കും. എനിക്കിതിന് ഉദാഹരണമായിട്ട് പുള്ളി പറഞ്ഞു തന്നത് നമ്മുടെ ഇതിലെ ഒരു കെന്യക്കാരനില്ലേ, ഒരു ബ്ലാക്ക് ആയിട്ടുള്ള അദ്ദേഹത്തിനാണ് ആദ്യം വില്ലനായിട്ട് വരുന്നത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തിനെ വെക്കുന്നതിന് പകരം തമിഴ്നാട്ടിലും തെലുങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ തന്നെ നല്ല ഉഗ്രം വില്ലന്മാരെ കിട്ടില്ലേ, അത് വെക്കാതെ ആ ഒരു ഇൻ്റർനാഷണൽ കഥാപാത്രമാണ് ഇതിലൊരു വില്ലൻ എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സംഭവമുണ്ട്. അതേപോലെ നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിലുള്ള ആ ഒരു ഇതിൽ ബോറിസ് എന്ന് പറഞ്ഞ് അഭിനയിക്കുന്ന അദ്ദേഹം പുള്ളി, ഞാൻ എന്തിനാണ് ബോറിസിനെ തന്നെ തപ്പിപ്പോയത്, ജെറാൾഡ് എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ ആ ഇതിലുള്ള ആൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ പടത്തിന് വേറൊരു ആംഗിളാണ് കിട്ടുന്നത്. അയാൾ വന്ന് നിൽക്കുമ്പം നമ്മൾ ഒരു കമേഴ്ഷ്യൽ നമ്മളുടെ തമിഴ് തെലുങ്ക് അല്ലെങ്കിൽ മലയാളത്തിലുള്ള കേട്ടുപരിചയമുള്ള ട്രീറ്റ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അയാളെ കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഡിഫറൻസ് കിട്ടില്ല. അപ്പോൾ അയാൾ വരുമ്പോൾ അയാൾ വന്നിരിക്കുന്ന ഹോളിവുഡ് പടങ്ങളിലൊക്കെ അയാൾ എങ്ങനെ പോർട്രേ ചെയ്യുന്നു അത് തന്നെ വേണം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ശരിയാണ്, അദ്ദേഹം ഇട്ടിരിക്കുന്ന ആ എഫേർട്ടിനെ നമ്മളും കൂടി ഇത് ജസ്റ്റിഫൈ ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് വരുള്ളൂ. അങ്ങനെ വെച്ച് കണ്ടു നോക്കിയിട്ട് പടം തിയേറ്ററിൽ കണ്ടപ്പം പൃഥ്വി പറഞ്ഞത് ഞാൻ തിരിച്ചറിഞ്ഞു. അത് തന്നെ ഇന്നും എനിക്ക് ഇപ്പം ആദ്യം ഇതാ പറഞ്ഞെങ്കിൽ ഞാനും ആദ്യം ശരിയാവുള്ളൂ ദീപകേട്ട, അത് നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു ചിലപ്പോൾ ചോദിച്ചാണ്. ഞാനും പ്രഷറല്ല, പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതാണ് അവിടെ വേണ്ടതെന്ന് കൃത്യമായിട്ട് തന്നെ